നമസ്കാരം. വന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളുടെ സിനിമ, ഈ പറയുന്ന ശുക്രൻ എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരുപാട് എല്ലാ സിനിമകൾക്കും ഉള്ള പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടാണ് ഒരുക്കുന്നത്. നിങ്ങളിപ്പോൾ ട്രെയിലർ പുറത്തു വന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വെറുതെ ഒരു ഫാമിലി എൻ്റർടൈനർ അല്ല, അതിൽ ത്രില്ലറും ഉണ്ട്. അത് നീയുള്ളതുകൊണ്ട് വെച്ചാന്നാണ് മൊത്തത്തിൽ പറയണത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, താങ്ക് യു. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതുവരെ ഗംഭീരമായിട്ടാണ് കേട്ടോ, നിങ്ങളെ പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല, പക്ഷേ പോയ കണ്ടൻറ്റുകളെല്ലാം നിങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദിയുണ്ട്, താങ്ക് യു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള നന്ദി ശുക്രൻ ടീമിൻ്റെ പേരിൽ മുന്നമേ അറിയിക്കുന്നു. ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. എൻ്റെ പേര് ജിമോൻ ജോർജ്. ഈ സിനിമയുടെ ആരംഭം മുതൽ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അതിപ്പോഴും ഞങ്ങളോടൊപ്പം ഈ നിമിഷത്തിൽ നിങ്ങൾ തുടരുന്നതിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നാളെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യുന്ന ഈ സിനിമയ്ക്ക് എല്ലാ മലയാളികളും കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇതിലെ കലാകാരന്മാരും കലാകാരികളും അതുപോലെ അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ കൂടുതൽ തള്ളുകളൊന്നും ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അത് നിങ്ങൾ ഏറ്റെടുക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മറ്റ് സിനിമകളെ പോലെയല്ല. ഈ സിനിമ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഫലം നാളെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും. ശുക്രൻ യാ ഹബീബീസ്. അപ്പോൾ ബാക്കി നമുക്ക് ചന്തു തുടങ്ങാം. ചന്തു ബിബി പറഞ്ഞ പോലെ ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലർ എൻ്റർടൈനർ റൊമാൻസ് ഫുൾ പാക്കേജാണ്, കൊമേഴ്ഷ്യൽ പാക്കേജാണ്. വലിയ കൂട്ടായ്മയുടെ ശ്രമമാണ്. വളരെ ഹമ്പിളായിട്ട് തുടങ്ങിയ പ്രോജക്റ്റാണ്. അതിവിടം വരെ കൊണ്ട് എത്തിക്കാൻ പറ്റി നമുക്ക് എല്ലാവരുടെ സഹായവും നിങ്ങളുടെ സഹായം കൊണ്ട്. ഇപ്പം നാളെ അത് റിലീസാവുകയാണ്. സാറ് പറഞ്ഞ പോലെ അവകാശവാദങ്ങളില്ല എങ്കിലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നൊരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. ഫാമിലിയായിട്ട് പോയി, ഞങ്ങളെ ടാർഗറ്റ് ഓഡിയൻസ് തന്നെ ഫാമിലിയാണ്. ഫാമിലിയായിട്ട് പോയി ധൈര്യമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. രാഹുൽ കല്യാണാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വളരെ ടാലൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ ഒരു സെലിബ്രേഷൻ മൂഡിൽ എന്നാൽ കുറച്ച് ചിരിച്ചും കുറച്ച് ചിന്തിപ്പിച്ചും വേദനിച്ചും സന്തോഷിച്ചും ആക്ഷനും ഒക്കെയുള്ള സിനിമയാണ്. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ നായിക ആദ്യ പ്രസാദ്. ഹായ്, ആദ്യം തന്നെ ഓൾ ദ മീഡിയ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. സോ ഇവരെല്ലാം പറഞ്ഞ പോലെ മാക്സിമം ഞങ്ങളുടെ കണ്ടൻറ്റ് ഇത്രയും റീച്ച് ആക്കിയതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പ്, ഒരുപാട് നാളത്തെ ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സോ ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളുടെ മൂവി എന്താ പറയുക, ഒരുപാട് പേരുടെ ലൈഫ് കാണിക്കുന്ന നല്ലൊരു ഫാമിലി ത്രില്ലറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. സംസാരിച്ചൂടെ? ഹായ്, ഞാൻ ആര്യ മേനോൻ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നാളെ ഞങ്ങളുടെ മൂവി റിലീസ് ആവുകയാണ്. ഇത്രയും നാളും ഞങ്ങളുടെ മൂവിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തതിലും സപ്പോർട്ട് ചെയ്തതിലും താങ്ക് യു. അപ്പോൾ നാളെയും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വേറൊരു ഈ ജ്യോത്സ്യ ശാസ്ത്രപ്രകാരം ഒരു നല്ല വലിയ കോയിൻസിഡൻസ് സംഭവിച്ചത്, ഈ ശുക്രൻ എന്ന് പറയുന്ന അതിൻ്റെ നമ്പർ 6 അതിന് ശുക്രൻ്റെ ദിവസം വെള്ളിയാണ്. അപ്പോൾ കൃത്യമായി ഒരു വെള്ളിയാഴ്ച 6-ാം തീയതി വെള്ളിയാഴ്ച സിനിമ ഇറങ്ങുമ്പോൾ ആ രീതിയിലും നമുക്കൊരു പോസിറ്റീവ് ഫീലുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും എല്ലാവർക്കും ശുക്രൻ അടിക്കട്ടെ എന്ന് ഉദിക്കട്ടെ എന്ന് ആശംസിക്കും. ഇനി നിങ്ങൾക്കാവാം. നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കോമഡി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. നമ്മൾ ഒരുപാട് പരിപാടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിലവിൽ അവരൊന്നും ഇല്ലെങ്കിൽ കൂടി അവരുടെ പെർഫോമൻസിനെ പറ്റി, സിനിമയിൽ അവരൊക്കെ ചെയ്തേക്കുന്ന പരിപാടിയെ പറ്റിയൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ. ഉറപ്പായിട്ടും ഇതിൽ കോട്ടനീസ് അസീസ്
ബിനു തൃക്കാക്കര, പിന്നെ ഷൈൻ ചേട്ടൻ, മാല ചേച്ചി, ടിനി ടോം, അല്ലേ, അങ്ങനെ അശോകൻ ചേട്ടൻ, എണ്ണി ഒടുങ്ങാത്ത അത്രയും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട 2-3 പേരാണ്. ഞാൻ ഷൈൻ ബ്രോയായിട്ട്, നീ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഷൈൻ ബ്രോയായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഷൈൻ ബ്രോ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആളാണ്, ഭയങ്കര. എങ്ങനെയൊക്കെ ഓടിക്കളിച്ച് നിങ്ങൾ പുറകെ ഓടി ചാടി നടക്കുന്ന ആളാണെങ്കിലും ലൊക്കേഷനിലെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവുകയും ഡയലോഗുകൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന, അതൊരു അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൈൻ ബ്രോൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കോട്ട നസീർക്കനെ ഭയങ്കരമായിട്ട് ലവബിൾ ക്യാരക്ടറാണ്. അസീസിക്കയാണ് ഇതിലൊരു ഞെട്ടിക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ നാളെ തിയേറ്ററിൽ തന്നെ കണ്ടാണ്. അസീസിക്ക ഒരു ഞെട്ടിക്കലുണ്ട് ഈ പടത്തിൽ. അസീസിക്ക തന്നെ ഞെട്ടി. പുള്ളി പറഞ്ഞ ഇടം പടം ഇത്ര നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അത് പടം കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അശോകൻ ചേട്ടൻ, മാല ചേച്ചി, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള എല്ലാവരെയും ദി ബെസ്റ്റ് പെർഫോമൻസും കൂടി ഉണ്ടാവും ഇൻഡിവിജ്വലി. അതാണ് ആ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, എല്ലാവർക്കും ഒരു സീൻ പെർഫോം ചെയ്യാനുണ്ട്. അതാണ് ശുക്രനിലെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം. അതൊരു കഥയാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു കഥയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ആദ്യത്തെ പേര് ജഡായു എന്നായിരുന്നു ആദ്യം ഞങ്ങളിലേക്ക് എത്തുമ്പോൾ. ഇപ്പം ബിപിനും രാഹുൽ കല്യാണും അനുക്കുട്ടനും പിന്നെ പ്രൊജക്ട് ഡിസൈനറാണ് അദ്ദേഹം. അതിനുശേഷം നമ്മൾ ഓരോ പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പേര് ജഡായു എന്നായിരുന്നു ആദ്യം. അതിനുശേഷം മുന്നോട്ട് പോയി വരുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഈ സമയത്ത് ഒരു ദിവസം രാഹുൽ കുറേ കാലമായിട്ട് ഈ സിനിമയിൽ ഗോസ്റ്റ് റൈറ്ററൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആളുടെ പേര് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഈ സിനിമയിലാണ് അവൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂവിയും നിൽക്കും അങ്ങനെ നിന്ന സിറ്റുവേഷനിൽ ഒരു ദിവസം ഇവൻ നിന്റെ ശുക്രൻ്റെ സമയമാണല്ലോ എന്ന് അവൻ്റെ അച്ഛൻ അമ്മ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവന് ആ സമയത്ത് വന്ന ഒരു പേരാണ് അത്. ബിബിയെ വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, ഭയങ്കര സന്തോഷിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഈ സിനിമ ഭയങ്കര സ്മൂത്തായിട്ടാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ പേരുണ്ടായത്. അതാണ് എന്താണ് നമുക്ക് അറിയണ്ടായിരുന്നു അത്ര ചിരിക്കുന്ന അല്ല പേര് കേട്ടിട്ട് എന്ന് വെച്ചാൽ പേര് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കറി അഡ്ജസ്റ്റ് ചെയ്ത് സമയത്ത് ഈ ജഡായുവിന് ഈ പറഞ്ഞ ചിറകരിഞ്ഞ് വീണ ഒരു പക്ഷിയുടെ പേര് കൂടിയാണല്ലോ. അതും കൂടി നമ്മൾ അത് കണക്കൂട്ടിയിട്ടാണ് അത് മാറ്റിയത്. പക്ഷേ ജഡായു ഉണ്ട് കേട്ടോ നമ്മുടെ സിനിമയിൽ. ജഡായു ലോറിയായിട്ട് അവന് ഒരു അത് ശരിക്കും ജഡായു എന്നുള്ള നെയിം നമ്മുടെ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ പോയി. ലോറിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്, ഒരു ത്രൂ ഔട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് ആ ജഡായു ഇപ്പോഴും ആ ലോറി ഓടുന്നുണ്ട്, ആ പേര് മാറ്റാതെ തന്നെ. കൂട്ടത്തിൽ ശുക്രൻ എന്നുള്ള ഒരു പേരിട്ടൊരു വണ്ടിയും കൊണ്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ. ശുക്രൻ അടിച്ചൊരു വണ്ടിയുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സീൻ എടുക്കാൻ വേണ്ടി വന്ന വണ്ടി പോകുന്ന വഴിക്ക് ലൈറ്റായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. ആ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വണ്ടിക്കാർ ഫുൾ പേ ചെയ്ത് ആ വണ്ടി ഇത് ചെയ്ത് കൊടുത്തു, എന്താ പറയുന്നത്, റിപ്പയർ ചെയ്ത് കൊടുത്തു. എന്നുവെച്ചാൽ അയാളെ സംബന്ധിച്ച് ചെറിയൊരു ഇതേ സംഭവിച്ചുള്ളൂ, പക്ഷെ ഫുൾ ടെസ്റ്റിനൊക്കെ ചെയ്ത് ഫണ്ട് ചെയ്ത് കൊടുത്തു. അയാൾ ശുക്രന്റെ പേരിട്ട് ഇപ്പോഴും ഓടിക്കുന്നുണ്ട് ആ വണ്ടി. പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ 2 തവണ ലോട്ടറി അടിച്ച് ഞങ്ങളുടെ ക്രൂവില് ഫസ്റ്റ് ഡേ. ഇത് തന്നെ മാർക്കറ്റിംഗ് തന്ത്രം ഒക്കെയാലോ. പടം കണ്ടു കഴിഞ്ഞാൽ ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് ലോട്ടറി ഫസ്റ്റ് ഡേ ലോട്ടറി അടിച്ചു. പ്രൊഡക്ഷനിലെ ചേട്ടന് 10 lakh അടിച്ചത്. ഒരാൾ അതിനെ തിരസ്കരിച്ചു, ശുക്രൻ കാണാതെ. അവനൊരു മോശം വാർത്ത വന്നു. ജഡായി എന്താ പറയുക, ഞാൻ എന്റെ മേജർ ലീസ് ഫീനിക്സ് ആയിരുന്നു. പക്ഷി സ്റ്റാർ ആക്കിയാണ്. ത്രില്ലർ സ്റ്റാർ മാറ്റിയത് ഫീനിക്സ്, ജഡായു, കിഴക്കൂടൊരു പക്ഷി. പിന്നെ അത് ടൈറ്റിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ വെറുതെ ഒരു വന്ന പേരല്ല. ഈ സിനിമയുടെ കഥയുമായിട്ട് നിങ്ങൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു ജാതകപ്രകാരമുള്ള ഒരു വിധിയുള്ള ഒരുത്തൻ്റെ കഥയും കൂടിയാണ്. അതാണ് ശുക്രൻ. പിന്നെ മെയിൻലി അതിനകത്തൊരു സംഭവം ഉണ്ട്. ഈ ജഡായു എന്നുള്ള പേരിൽ ഒരു തെലുങ്ക് പടം വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവർ നമ്മളെ വിളിച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചും താങ്ക്സ് പറഞ്ഞു പ്രൊഡക്ഷനിൽ നിന്ന്. അങ്ങനെ കൂടി ഒരു
ഇതും കൂടി ഉണ്ട് അതിനകത്ത്. ചിരഞ്ജീവിയുണ്ട്. എനിക്ക് പേരറിയില്ല, ആരാന്നറിയില്ല. വെറുതെ തള്ളിയതാട്ടോ. അല്ല സീരിയസ് പുള്ളിയാന്ന്. നോ അല്ലല്ല തള്ളിയല്ല, സീരിയസ്ലി അങ്ങനെ ഒരു വിളി വന്നു. തെലുങ്ക് ചിരഞ്ജീവിയുടെ? അല്ല ചിരഞ്ജീവിയുടെ അല്ല, ചിരഞ്ജീവിയുടെ അല്ല, തെലുങ്കിൽ നിന്നൊരു ടീം ഇങ്ങനെ ഓൾ ലാംഗ്വേജിൽ അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. ചിരഞ്ജീവി എന്ന് പറയുമ്പോ പുള്ളി തലയാട്ട. അല്ല എനിക്കറിയില്ല. ഇനി വേറെ ശുക്രന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചേട്ടൻ ലോറിയിലൊക്കെ ചില കോളേജിലൊക്കെ വരുന്നത് കണ്ടു. ലോറി ഈ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ലോറി ഓടിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ കിളിയാണ്. കിളി എന്ന് പറഞ്ഞ മറ്റേ നസീർക്ക ഓടിക്കുന്ന ഈ പറയുന്ന ജഡായു എന്ന ലോറിയിലെ കിളിയാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇവരെ അല്ലേ, ഒരുപാട് ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു ആ ലോറിയിൽ ഇരിക്കാനും പോരാനൊക്കെ. അതൊക്കെ ആർട്ടിസ്റ്റുകൾ സമ്മതിച്ചു എന്നുള്ളതടുത്താണ് ഞങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കോളേജുകളിൽ കയറി ഇറങ്ങിയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെന്ന സ്ഥലങ്ങളൊക്കെ കണ്ടന്റായി മാറിയതൊക്കെ അങ്ങനെയാണ്. അത് എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി സഹകരിച്ചിട്ടാണ്. നല്ലൊരു ചോദ്യം അതൊന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഈ സിനിമ എടുക്കാൻ വരുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, ഞാനിപ്പോൾ എല്ലാ പ്രൊഡ്യൂസർമാരും ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളൊരു സിനിമ എടുക്കാൻ വരുന്നത് നമ്മുടെ ഒരു പാഷൻ കൊണ്ടോ ഒരാഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ഒരു വലിയ ബിസിനസ് കണ്ടുകൊണ്ടൊന്നുമല്ല. ഇപ്പോഴത്തെ സിനിമകളുടെ സാമ്പത്തിക മേഖല നിങ്ങൾക്കെല്ലാം അറിയാം. അതൊന്നും ഒളിച്ചു പറയുക, ഇവിടെ എല്ലാം ട്രാൻസ്പെറൻ്റ്, ഒന്നും പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പൊക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ അത്രയും സ്ട്രെസ് എടുത്ത് ടെൻഷൻ എടുത്ത് അയാൾ ഇത്രയും ഒരു സന്നാഹം ഈ ഇതിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷനാണ്. അപ്പോൾ നിങ്ങളോട് അതാണ് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞതിൻ്റെ കാരണം. കാര്യം നിങ്ങളുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ നടന്നു പോകുന്നത് തന്നെ. അല്ല നമ്മളിവിടെ നിന്നും പരിധികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ശരിയാണ്, അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇത് കഴിഞ്ഞാൽ വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്തെങ്കിലേ അവരുടെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഭാഗം കറക്റ്റാണ്. പക്ഷേ ഞാനത് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഇവിടുത്തെ ചേംബറിനോടും ഞാൻ പറയുകയാണ്, ഇതിനൊരു സ്കെഡ്യൂൾ ചെയ്യണം, ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ അഡ്വർടൈസ്മെൻ്റ് അത് ഒരു ബിസിനസ് നടക്കില്ല. അപ്പം നമുക്ക് വേറൊരാളെ കൊണ്ടിരുത്താൻ പറ്റും. ഈ ചെയ്ത ആർട്ടിസ്റ്റുകളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമയത്, മലയാളികൾ ഏറ്റെടുത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ മറ്റ് സാങ്കേതിക നമ്മുടെ സംഘടനകൾ അത് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ സിനിമയ്ക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊന്നും ഇങ്ങനെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊമോഷൻ്റെ, ഞാൻ പറയുന്നത് 90s കാര്യമാണ് ഞാൻ പറയുന്നത്, 2000 കാര്യം ആവശ്യമില്ലായിരുന്നു. കാരണം അത്രയും ആൾക്കാർ കാത്തു നിന്ന സിനിമകൾ വരും. ഇന്ന് അങ്ങനെയല്ല. സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമകൾ കോമ്പറ്റീഷനാണ്. അപ്പം ആൾക്കാരുടെ ഇടയ്ക്കല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പ്രൊമോഷൻ്റെ ഭാഗത്ത് ആർട്ടിസ്റ്റുകളുടെ സഹകരണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിയമപരമായി തന്നെ എന്തെങ്കിലും ചെയ്ത് അതൊരു ഇമ്പോർട്ടൻ്റ് ഏറിയയാണത്. നമ്മൾ പടം എടുത്തു വെച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ എത്രയോ സിനിമകൾ നമുക്ക് അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടാതെ പരാജയത്തിൻ്റെ കുഴിയിൽ വീണ് പോയ എത്ര സിനിമകളുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ കൈ പിടിക്കാവുന്നതായിരുന്നു. പക്ഷേ അതുപോലെ സഹകരണ ഇല്ലായ്മയിൽ നമുക്ക്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിനിമ അങ്ങനെയല്ല കേട്ടോ. ഇവരൊക്കെ രാവും പകലും ഈ ശുക്രൻ സിനിമയുടെ കൂടെ, ഞാൻ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാനിതിൻ്റെ തുടക്കം പോലുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴും ഇതിൻ്റെ അവസാന ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ഇവരെ സംബന്ധിച്ച് ഇവർ നമ്മുടെ തുടക്കം മുതൽ ഈ പ്രൊമോഷന് ഇന്ന് വരെ, നാളെ കേരള തിയേറ്ററിലേക്ക് പോകും, നമ്മുടെ കൂടെ നിന്നവരെ. ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ, ഒരു സിൻസിയാരിറ്റി മറ്റുള്ളവർ ഏറ്റെടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഏൽപ്പിച്ചത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എല്ലാവരോടും നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രാഹുലേട്ടനാണെങ്കിലും അനുക്കുട്ടൻ ചേട്ടനാണെങ്കിലും ഉപേനിക്കാണെങ്കിലും ജീമോൻ സാറടക്കം, അതും ചെറിയൊരു ക്യാരക്ടറല്ല, പടത്തിൽ അത്രയും നല്ലൊരു ക്യാരക്ടർ തന്നതിനും, അതും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരിക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു മൂവിയുടെ പ്രൊമോഷൻ വാച്ച് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ സീനിയർ ഒരു ആർട്ടിസ്റ്റാണ് പറയുകയായിരുന്നു,
അതായത് ഒരു സിനിമയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും വിളിക്കത്തില്ല, ഞങ്ങൾ റേറ്റ് കൂട്ടി അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റാർട്ടപ്പിലേക്ക് മാറുക, അപ്പം പിന്നെയും പുതിയ ആൾക്കാരെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു പടം ചെയ്ത് 2 പടം ചെയ്തുള്ളവരൊക്കെ ഇപ്പം പലയിടത്തും സിനിമകൾ കാണാതിരിക്കും. ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഈ പുതിയ ആൾക്കാരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർ ഇനിഷ്യേഷൻ എടുക്കുന്നതിന് റീസൺ ഉണ്ടല്ലോ, അത് അവർ തപ്പി നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഹകരണം അവരുടെ പുതിയൊരാൾ വരുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഷൂട്ടിങ്ങിലായാലും എല്ലാ കാര്യങ്ങളും സഹകരിക്കും. അപ്പോൾ അത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണത്. അതുകൊണ്ടാണ് പിന്നെ പുതിയ ആൾക്കാർക്ക് ചാൻസും കൊടുക്കണമല്ലോ. അല്ലാതെ ഇപ്പം ആൾക്കാർ കലയെന്ന് ഇത് സിനിമ ഒരു ആർട്ടും കൂടിയാണല്ലോ. എപ്പോഴും ഒരു വെറൈറ്റി ഒരു വ്യത്യസ്ത മുഖങ്ങൾ കാണുമ്പോൾ അതിൻ്റേതായ ഒരിതും കിട്ടും. ഞാൻ പറഞ്ഞു വന്ന പോയിട്ടേ ഉള്ളൂ. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഈ പുതിയ ആൾക്കാർക്ക് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം പഴയ ഇത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരുടെ സഹകരണക്കുറവ് പല മേഖലകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു മേഖല നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ചിന്തിക്കുന്നതെന്ന് പറയുക. ഞാനിപ്പോഴും ഒരു നായികയെ വിളിച്ചിട്ട് ഡേറ്റ് ആയോ ചോദിക്കാറുണ്ട് ഈ സിനിമയ്ക്ക് തന്നെ. ഇപ്പം തരാൻ പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിന്റെ റീലൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾ സ്കിപ്പ് ചെയ്താ പോകുന്നത്. ഒരു സിനിമ എടുക്കാൻ പോലും 2.5 മണിക്കൂർ ആളെ പിടിച്ചിരുത്തി എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ചടങ്ങാണ്. ഇപ്പൊ ശുക്രനിലേക്ക് വരുമ്പോ അത് നമ്മള് തിയേറ്ററിൽ എത്രത്തോളം നിങ്ങളെ പിടിച്ചിരുത്തും? 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സിനിമ അതുകൊണ്ട് തന്നെ 2:10 ഉള്ളൂ. അതൊന്ന്. 2, പടത്തിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സിനിമ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും. ഇപ്പോൾ ദുരന്തറാണ് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. 3 മണിക്കൂർ 20 മിനിറ്റാണ് അല്ലേ. ആ ബ്രേക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഏകദേശം നമ്മൾ വിവേറിലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ പോയി. ഇതിനു മുമ്പ് അനിമൽ എന്ന് പറഞ്ഞ സിനിമ അല്ലേ. അപ്പോൾ ഈ പറയുന്ന എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ അതെല്ലാം കാണാൻ തയ്യാറാണ്. അതിപ്പോൾ പുതിയ തലമുറയായാലും അല്ലെങ്കിൽ ജെൻസി പിള്ളേരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ. അതിൽ ഏറ്റവും വലിയ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുന്ന ഒരു ആത്മവിശ്വാസം കിട്ടിയ സിനിമയാണ് സർവ്വമായ. സർവ്വമായയുടെ വിജയം ഭയങ്കരമായിട്ട്, കാരണം കുടുംബ പ്രേക്ഷകരാണ് കൂടുതൽ ഏറ്റെടുത്തതും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ വിജയങ്ങളൊന്നാണ്. ഈ സൈഡിൽ നിന്ന് ചോദ്യമൊന്നും വന്നില്ലല്ലോ. ആ സൈഡ് ആ എടാ ചോദിക്കടാ. ഇവരൊക്കെ ഭയങ്കര മാന്യന്മാരായിട്ട് നിൽക്കുന്നു. എനിക്കതാ സഹിക്കാൻ പറ്റാത്ത. കണ്ടിട്ട് എന്താ തോന്നി? നീ കണ്ടിട്ടില്ല? ഇനിയെന്താ ചോദിക്കാൻ എനിക്കൊന്നു. ആ നീലക്കുയിലൊക്കെ എവിടെ? അലീക എന്തൊന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഞാൻ മറ്റേ നീലവേ ഞാൻ പാട്ട് പാടിത്തരാം അല്ലേ. അതല്ലടാ ഈ ചാനലിന്റെ മോഹൻലാൽ രേവതി വാ. പുള്ളി മാസം എൻട്രിക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുമായിരുന്നു. ചില കല്യാണ വീട്ടിലെ അമ്മാവന്മാരില്ലേ, ചെക്കനും പെണ്ണും ഇറങ്ങാൻ നേരത്തെ അമ്മാവനെ അന്വേഷിക്കും. അമ്മാവനെ മാറി ഒളിച്ചിരിക്കും. അപ്പൊ എല്ലാവരും പേര് വിളിക്കല്ലോ, അച്ചോമാവിടെ എന്ന് പറഞ്ഞിട്ട്. എന്നെ ഇതൊക്കെ വായോ. ആരാണ്? ഷൈൻ ചേട്ടനെ കൊണ്ടുവരാന്ന് ഒരാള് പറഞ്ഞായിരുന്നു. ആ പുള്ളിനെ ആദ്യം ഇടിക്കണ്ടത്. ആരാട്ടാ അത് മിണ്ടാത്ത? എന്താ ആ ഗുഡ്. സത്യത്തിൽ ഷൈൻ ബ്രോ എന്താണ് ഇതിന് വരാത്തത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത്. ഇടയ്ക്കൊരു ദിവസം വന്നിരുന്നു. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് ടെക്നിക്കലി വേറെ ആവശ്യം വന്നു. പിന്നെ
ആള് വരാമെന്ന് ഇപ്പം നാളെ ചിലപ്പം കാണും കേട്ടോ, ചിലപ്പോഴൊന്നുമല്ല ഉറപ്പായിട്ടും കാണും എന്നുള്ള രീതിയിൽ ഒരു ഇത് തന്നിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തിനും ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും കാരണങ്ങളൊക്കെ അതുകൊണ്ടാണ് വരാത്തതെന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ജോക്കുട്ടിനോട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പം നാളെ കാണും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. നോക്കാം. ഈ സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ കേട്ടിരുന്നു, കുറച്ച് ഇത് പറഞ്ഞിട്ടുള്ളൂ. ഗംഭീരമായിട്ട് പ്രൊമോഷൻ മീഡിയാസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് വിപിൻ ഇത്രമാത്രം ഒരു സിനിമയെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ ഒരേ സിനിമ ഇറങ്ങുമ്പോഴും അതിന്റെ പിന്നിലുള്ള യാത്ര ഞങ്ങളെല്ലാ മീഡിയാസും ഒരേപോലെ പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഒരേപോലെ ആ ഒരു അത്തരം ഒരു നിലപാടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് എന്താണ് തോന്നുന്നത്? ആ നമ്മുടെ ഒരു സ്വന്തം സിനിമ, നമ്മൾ ചെയ്ത വർക്ക് എല്ലാവരും കൊണ്ട് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി ഞാൻ പറയുക ഹൈദർക്ക്, ഞാൻ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് കിട്ടുന്ന ഓരോ സിനിമയും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അത്രയും വിലപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ആ പടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലതൊക്കെ നമുക്ക് അതിന് പടം കാണുമ്പോൾ ചിലത് അറിയായിരിക്കും, ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴേ അറിയായിരിക്കും എങ്ങനെയൊക്കെ. എന്നാൽ പോലും ആ സിനിമയ്ക്ക് വേണ്ടി പരിപൂർണമായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാനുള്ളൂ. കാരണം ഞാൻ ഇതുവരെ അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു കേരള ടുഡേ എന്ന് പറഞ്ഞിട്ട് മക്ബൂലിൻ്റെ ഒരു പടത്തിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. രാവ് എന്ന് പറഞ്ഞ പടമാണ് രണ്ടാമത്, അജിത് പ്രകാശിസ്. ഞാൻ എല്ലാ പടം എനിക്ക് തന്ന ഓരോ അവസരം തന്ന ആളുകളെ ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം അത്രക്ക് ഇഷ്ടമാണ് ഈ പരിപാടി. അപ്പോൾ ഇതെനിക്ക് കിട്ടുന്ന ഈ സിനിമ ആയിക്കോട്ടെ, ഏത് പടം ആയിക്കോട്ടെ, ഇപ്പം ഞാനിപ്പോൾ എല്ലാ പടത്തിനും ഓടിയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനോടൊക്കെ ഏത് പടത്തിനോട് ഇപ്പം ഞാൻ അമർപുറത്തോണിക്ക് നിന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് നിൽക്കുന്നത്. അതിന് വേർതിരിവില്ല. കാരണം ഓരോ സിനിമയും എനിക്ക് വിലപ്പെട്ടാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊക്കെ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. സത്യത്തിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലം. ഒന്ന് നമ്മുടെ ഷാഫി സാറാണ് ഡയറക്റ്റ് ചെയ്യാനിരുന്നത്. അദ്ദേഹം നമ്മളെ വിട്ട് പോയെടുത്താണ് ആ സിനിമ അങ്ങനെ ഒന്ന് ബ്രേക്കായി പോയത്. ഇനി ഈ കൊല്ലം അത് ഇതിൻ്റെ കഴിഞ്ഞ ഉടനെ അടുത്ത പരിപാടി അതാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സ്ക്രിപ്റ്റ് തന്നെ ഞങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, റെഡിയാണ്, സംഭവം റെഡിയാണ്. ഈ കൊല്ലം ഉണ്ടാവും ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു പടം. ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ആ പടം. ഉണ്ട് ഉണ്ട്. നിലവിൽ ഇത്ര നാൾ നമ്മൾ കണ്ടിരുന്നതിൽ നിന്നും ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. അപ്പം അസായ റൈറ്റർ ആ ഒരു മാറ്റത്തിനെയും അല്ലെങ്കിൽ സ്വയം ക്രിയേറ്റീവിലി മാറ്റം ശ്രമിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാരണം എക്കോ നമ്മളുടെ സിസ്റ്റം മൊത്തം മാറ്റിയ, എക്കോ സിസ്റ്റം എന്നായില്ലേ, സിസ്റ്റം മൊത്തം മാറ്റിയ ഒരു സിനിമ തന്നെയാണ് എക്കോ. അത് എങ്ങനെയാണ് ഇപ്പോൾ അതൊന്ന് കണ്ടു എന്ന് വിചാരിച്ചോ, നിങ്ങളെല്ലാവരും ഒന്നും കൂടി എടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പേപ്പറും പേനയും തന്നിട്ട് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ആ പടത്തിന് അങ്ങനെ കുറേ കാര്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പുതുമയുടെ തന്നെ പുതിയ മേച്ചിൽപ്പുറമാണ്. അങ്ങനത്തെ സിനിമകളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോണറിൽ വരുന്ന തമാശ പടങ്ങളുണ്ട്. എല്ലാത്തിനും ഇവിടെ സ്പേസ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അത്രയും ഡിഫറെൻറ്റ് പടം വരുമ്പോഴും സത്യനന്ദിക്കാട്ട് സാറിൻ്റെ പോലത്തെ സിനിമയാണ് സർവ്വമായ. അതും ഭയങ്കര രസമായിട്ട് ഓടിയതാണ്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഉണ്ടായ ആത്മവിശ്വാസം. അത് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ശരിക്കും നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ്, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, അത് നടത്തിയതാണ് എക്കോ. കറക്റ്റല്ലേ മസ്തിഷ്ക പ്രക്ഷാളനം? ഇവൻ ഇംഗ്ലീഷ് സാറാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. എപ്പോഴും നിങ്ങൾ ഈ കുടുംബ പ്രേക്ഷകരെയാണോ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയാണോ നോക്കുന്നത്? അതോ ആക്ഷൻ സിനിമകളാണോ, അതോ അഭിനയ സാധ്യത കൂടുതലുള്ള നെഗറ്റീവ് വേഷങ്ങളാണോ? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കുഞ്ഞ് എന്ത് റോളും എന്ന് വെച്ചാൽ എനിക്ക് തരുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാഡ് ബോയ്സിൽ ഞാൻ ഒരു ഹ്യൂമറല്ലേ ഫുള്ള് ചെയ്തത്. ഗുമസ്തനിൽ ഞാനാകെ 10 മിനിറ്റേ ഉള്ളൂ. അത് വളരെ സെൻറ്റിമെൻറ്റ്സ് റോളാണ്. കൂടലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടലിൻ്റെ സെക്കൻഡ് ഹാഫ് ഉണ്ടോ ഞാൻ പറയണം, ഫസ്റ്റ് ഹാഫ് അല്ല. അപൂർവോത്തരന്മാർ ഫുൾ ഹ്യൂമറായിരുന്നു. അപ്പം അങ്ങനെ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം എന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്ന സംഭവമൊന്നുമില്ലേ, ഒരു കുടുംബത്തിൽ തന്നെയുള്ള എല്ലാവരും ഉള്ളത്. നമ്മൾ പറയുന്ന ജെൻസി എന്ന് പറയുന്നതും കുടുംബത്തിലുള്ളവരല്ലേ അല്ലേ? അതുകൊണ്ടാണ് കുടുംബം എന്ന് പറഞ്ഞത്, കംപ്ലീറ്റ് പാക്കേജ്. ഇപ്പോൾ കണ്ടന്റ് ഓറിയന്റഡ് ഉള്ള സിനിമകളാണ് കൂടുതൽ ഓടുക, പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസും വേണം.
ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ശുക്രൻ പോലുള്ള സിനിമകൾ എന്തായിരിക്കും കൂടുതൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും? നീ ഇവിടെ അതെനിക്ക് തോന്നുന്നു ഡയറക്ടർ പറയുന്നില്ല. അതെനിക്ക് മാത്രം അല്ല. ഇതില് ശുക്രൻ ഇപ്പൊ എന്റെ കാര്യം മാത്രം പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയും നാളെ എനിക്ക് ശുക്രൻ വലിയ ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാൾ തന്നൊരു പാറ്റേൺ ഉണ്ട് സിനിമയിൽ. ഒരു ത്രില്ലർ എന്നാകുന്ന കേട്ട പേര് കിട്ടി, കുറച്ചാൾ മുമ്പോട്ട് പോയി, പിന്നെ ഒരു ഇമോഷണൽ എപ്പോഴും ഒരു ഈ പറയുന്ന ഒരു സീരിയസ് ടോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തന്നത് എനിക്ക് വന്ന സിനിമകൾ നല്ല സിനിമകൾ അങ്ങനെയാണ്. അപ്പം എൻ്റെ വേറൊരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു ശുക്രൻ ബേസിക്കലി. ഇപ്പം എൻ്റെ ഒരു വേറൊരു ഫൺ സൈഡ് അല്ലെങ്കിൽ ജോവിയൽ സൈഡ് അങ്ങനത്തെ ഒരു ആക്ടിങ് ഫോമാറ്റ് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഏരിയ. അപ്പം അതിലൊരു ഫ്രഷ്നസ് എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും എന്നെ കാണുന്നവർക്കും കിട്ടും. അതുപോലെ ഈ സിനിമയിൽ ഈ ഒരു ഫാമിലി എൻ്റർടൈനർ ആണെങ്കിൽ കൂടിയും അതിനകത്തൊരു ഈ ക്ലീഷേ പാറ്റേൺ അല്ല ഇത് പുലർത്തിയിരിക്കുന്നത്. അതൊരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരിക്കും തോന്നുന്നു. എല്ലാ ഒരു ആർട്ടിസ്റ്റ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാം റെപ്പറ്റീഷനാണ്, പക്ഷെ ഹൗ യു സെർവ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തൊരു നമ്മൾ പറയില്ലേ, മണിച്ചേട്ടൻ്റെ ഓഡിയൻസ് ഇല്ലായിരുന്നു, മണിച്ചേട്ടനൊരു ഓഡിയൻസ് ഇല്ലായിരുന്നു. അത് പോയി കാണുന്നത് അത്തരം ആഘോഷങ്ങളാക്കുന്നത്, അങ്ങനത്തെ ഇമോഷൻസിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരു സിനിമ ആയിരിക്കും ചിലപ്പോൾ. വാച്ച് ഇറ്റ് ആൻഡ് സീ എന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ മൂവിയാണിത്, ബാഡ് ബോയ്സ് കഴിഞ്ഞിട്ട്. ആൻഡ് എൻ്റെ ഉപേനിക്കാണെങ്കിലും ബിബിൻ ചേട്ടനാണെങ്കിലും എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ് ഫീലൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് ചന്ദ്രചേട്ടനും ആദിചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫണ്ണായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളിതിൽ നിൽക്കുന്നതിൽ ടീസറും ട്രെയിലറും കണ്ടവർ എത്ര പേരുണ്ട്? ടീസർ കണ്ടു, ടീസറും ട്രെയിലറും കണ്ടു. അല്ലെ കണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്നത്, അതിനല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല കാര്യം, ടീസർ കണ്ടവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി കാണുമല്ലോ, ഇത് ഇങ്ങനെ ആയിരിക്കാമോ. അത് ട്രെയിലർ കണ്ടപ്പോൾ മാറിയോ എന്നുള്ളത്. ട്രെയിലറിൽ വന്നപ്പോൾ അതൊരു സാധനം കിട്ടിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ കണ്ടവരെല്ലാം ടീസർ കണ്ടവർ പറയുന്നത് ഈ ട്രെയിലർ വന്നപ്പോൾ ഇത് നമ്മുടെ ഒരു തമാശപ്പടം, ഒരു ഫൺ റൈഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് പരിപാടി മാറുവാണല്ലോ ഏട്ടാ എന്ന് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ക്യൂരിയസ് ഫാക്ടറി പടത്തിൽ ബിൽഡ് ചെയ്തു. ചോദ്യശരങ്ങൾ അറിയൂ. ഇനിയേ പറ്റുള്ളൂ. എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായത്, ഞാൻ ഇവിടെ പറയാലെന്ന് കയറില്ല, അതല്ല വേറൊരാൾ വഴി അറിഞ്ഞാണ്. നമ്മുടെ മീഡിയക്കാർ തന്നെയാണ്. അപ്പം ഇവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊമോഷനും അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഈ പടത്തിൽ മാത്രമല്ലല്ലോ അവർ കാണുന്ന എന്നെ എല്ലാ പടത്തിലും നോക്കിയാണ്. അപ്പം അവർ തന്നെ പറഞ്ഞു പുള്ളിയുടെ ഒരു പടം ഒന്ന് വിജയിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഇവർക്ക് ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പം എനിക്കത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മീഡിയയിലെ ആളുകൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരാൾ, ഈ ചേട്ടാ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചു. അതുപോലെ തന്നെ ആവട്ടെ എല്ലാവരുടെ ആഗ്രഹം പോലെ. അല്ല ടീസറും ട്രെയിലറും കണ്ടിട്ട് സത്യത്തിൽ ജെന്യുവനായിട്ട് ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊക്കോളൂലേ? 100% അല്ലേ? അതല്ലേ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇത് യഥാർത്ഥമായ കഥയുടെ ആസ്പദമാക്കി ചെയ്യുന്ന സിനിമയാണ് അതോ ആക്സിഡന്റും ലോറിയുടെ സംഭവങ്ങളൊക്കെ വന്നത്തെ അവിടെ അങ്ങനെ ചോദിച്ചാണ്? ഇല്ല യഥാർത്ഥ കഥേനെയൊന്നും അടിസ്ഥാനമാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളി സൈക്കോ ആയിരിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു ബേസ്, ഈ സ്റ്റോറി രാഹുൽ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ റിലേറ്റഡ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു മിനിമൽ ഒരു ചെയ്യാത്ത കുറ്റത്തിന് പഴികേൽക്കേണ്ടി വരിക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിൽ നിന്നും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി വരുന്ന ഒരാളുടെ വിജയമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്.
അതെനിക്ക് ഭയങ്കര, അതാണ് എനിക്ക് കൂടുതൽ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. രാഹുൽ വന്ന് സബ്ജക്റ്റ് പറയുമ്പോൾ, പിന്നെ അസീസിക്കയുടെ ക്യാരക്ടർ, പിന്നെ ചന്തുവിൻ്റെ ക്യാരക്ടർ, ഇവരുടെയൊക്കെ ഒരു വേരിയേഷൻ ഉണ്ട് ഈ സിനിമയിൽ. എന്നുവെച്ചാൽ നമ്മൾ എന്നുവെച്ചാൽ ഇഷ്ടമുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ബിബി എടുത്ത് ഞാൻ ആദ്യം ബിബി ഈ സബ്ജക്റ്റുമായിട്ട്, രാഹുലും ബിബിയും ഒരുമിച്ചാണ് സബ്ജക്റ്റുമായിട്ട് ഞാനുമായിട്ട് വരുന്നത്. അന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഞാൻ ബിബി എടുത്ത് പറഞ്ഞു, ബിബി ബെറ്റർ ഓഫ് ദ, എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ കണ്ടിട്ട് പറഞ്ഞു ബെറ്റർ ഓഫ് ദ സിനിമയിൽ ബിബിയുടെ ഒരു സിനിമ ശുക്രനായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. കാര്യം ബിബിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും, പിന്നെ ചന്തുവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ സിനിമയിൽ കണ്ട ചന്തു അല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനി കാണാൻ പോകുന്നു. ഒറിജിനൽ ഒരു വേറൊരു വെർഷൻ, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്ലേവർ പോകുന്നുണ്ട് ഈ സിനിമയിൽ. കാര്യം നമുക്ക് ജീവിതത്തിൽ സ്നേഹിക്കാനൊരു പെണ്ണും അല്ലെങ്കിൽ വിശ്വസിക്കാനൊരു സുഹൃത്തും, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടണം. ഇല്ലാതെ ഇത് ഒന്നുകൊണ്ട് മാത്രം ലൈഫ് ഫുൾഫിൽ ആവില്ല. അപ്പം അങ്ങനെ ഒരു മൂവ് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. തിയേറ്ററിൽ വന്നാൽ ആരും എന്താ പറയുക ഡിസപ്പോയിന്റ് ആവില്ല, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അല്ല എന്തായാലും ഓക്കെ, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് ഓക്കെ. ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ആസ് എൻ ആക്ടർ, ആസ് എ കോ ആക്ടർ, ആസ് എ ഫ്രണ്ട് പറയുകയാണെങ്കിൽ, ബിബിയുടെ ഒരു ഫിൽമോഗ്രാഫി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വന്ന വഴി, അത് ഇതുവരെ എത്തിച്ചത്, ക്രിറ്റിസിസംസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതുവരെയുള്ള ബിബിയുടെ പടങ്ങളിലെ പെർഫോമൻസ് വൈസ് കാരിയർ ബെസ്റ്റ് ആയിരുന്നു. അത് 100, 101 തരം. ഇനി നാളെ എന്നെ അങ്ങനെ അല്ലെങ്കിൽ ഇവനെ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതെ, അതിലൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ ഓൺലൈനിൽ വിളിക്കുന്ന എല്ലാവരും, ഈ പറയുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ എല്ലാവരും സിനിമ കാണണം കേട്ടോ. നിങ്ങളെ കൂടി ഇതിന്റെ ഭാഗമല്ലേ, അതുകൊണ്ടാണ്. ഉണ്ട്, ആശാൻ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, ആശകളായിരം ഉണ്ട് നാളെ, അനോമി ഉണ്ട്. അതെ അതെ അതെ, എല്ലാത്തിനും നമ്മുടെ പോലെ തന്നെ കഷ്ടപ്പെട്ടവരാണ്. സിനിമകൾ വിജയിക്കട്ടെ, നല്ല സിനിമകളെല്ലാം വിജയിക്കട്ടെ എന്ന് തന്നെയാണ്. ഭയമില്ല, കോൺഫിഡൻസ് ഇല്ലേ? ആണല്ലേ, ഇനി അങ്ങോട്ട് ഗംഭീരമാവട്ടെ ചേട്ടാ. ഒരു വലിയ ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ, ഈ ഹോട്ടലിനും എല്ലാത്തിനും